ആലപ്പുഴയിൽ അസാധാരണ വൈകല്യത്തോടെ ജനിച്ച കുഞ്ഞു ഗുരുതരാവസ്ഥയിൽ. അനീഷ് സുറുമി ദമ്പതികളുടെ കുഞ്ഞ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. ഓക്സിജൻ ലെവൽ താഴ്ന്നുവെന്നും അണുബാധയുണ്ടെന്നും ഡോക്ടർമാർ പറഞ്ഞു. വൈകല്യത്തോടെ കുഞ്ഞ് ജനിച്ചതിൽ നടപടിയുണ്ടാകാത്തതിൽ ആരോഗ്യവകുപ്പിനെ വിമർശിച്ച് പിതാവ് രംഗത്തെത്തി. കുഞ്ഞിന്റെ അവസ്ഥ മോശമാണെന്നും മോശമായ രീതിയിലാണ് ഇപ്പം വെന്റിലേറ്ററിലോട്ട് കയറ്റുന്നതെന്നും എഴുതി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന്. ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക അറിയിപ്പുകളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഇതിന് കാരണക്കാരായ ഡോക്ടർമാർ അവര് വളരെ കൂളായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ശങ്കേഴ്സ് മിഡാസ് എന്ന് പറയുന്ന ലാബുകൾ പ്രവർത്തനം ഉണ്ട്. ഇത് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവർക്കെതിരെ നടപടി എടുക്കാത്തത്? കുഞ്ഞിന്റെ ഇത്രയും വലിയ വഷളായിട്ടുള്ള ഒരു അവസ്ഥയിലായിട്ട് പോലും ഇതുവരെ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. വളരെയധികം സീരിയസ് സ്റ്റേജിലായിരുന്നു. കുട്ടിക്ക് ശ്വാസം മുട്ടലുണ്ടായിരുന്നു. കുട്ടി വളരെയധികം തളർന്നു കിടക്കുകയായിരുന്നു. കുട്ടിയെ തൊട്ടിട്ട് പോലും അനങ്ങുന്നില്ലാത്ത സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ഒ പിയിൽ കണ്ട ഉടനെ തന്നെ ഞങ്ങൾ ഐ സിയിൽ കൊണ്ടുപോയി വേണ്ട ചികിത്സകൾ ഉടൻ നൽകിയ ശേഷം ശ്വാസം മുട്ടൽ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ശരീരത്തിന്റെ ഓക്സിജന്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നതുകൊണ്ട് ശ്വാസം എടുക്കുന്നതിന് ബുദ്ധിമുട്ടുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വേണ്ട പ്രാഥമിക ചികിത്സ നൽകുന്ന ഉൾപ്പെടെ തന്നെ വെന്റിലേക്ക് കുട്ടിയെ മാറ്റേണ്ടി വന്നു. അപ്പോൾ പരിശോധനയിൽ മനസ്സിലായത് കുട്ടിക്ക് ശരീരത്തിലൊരു അണുബാധ എങ്ങനെയോ സംഭവിച്ചു. അതിന്റെ ഫലമായിട്ട് ശ്വാസം മുട്ടലും അതിന്റെ ഫലമായിട്ടാണ് കുട്ടിക്ക് തളർന്നിങ്ങനെ കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയത്. അപ്പോൾ കുട്ടി ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. എന്നാൽ തന്നെ കുട്ടിക്ക് വേണ്ട എല്ലാ ചികിത്സകളും എല്ലാ പരിശോധനകളും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം ഒരു 72 മണിക്കൂർ കഴിഞ്ഞാലേ കുട്ടിയുടെ കണ്ടീഷനെ പറ്റി ഏത് രീതിയിലായിരിക്കും കുട്ടി പ്രതികരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഷൈജു ചേരുന്നു. ഷൈജു, കുഞ്ഞിന്റെ അവസ്ഥ എന്താണ്? ആശുപത്രി അധികൃതർ നൽകുന്ന വിവരങ്ങളും കുടുംബത്തിന്റെ പരാതിയും. ധന്യ, കുട്ടിയെ പല സന്ദർഭങ്ങളിലായി മെഡിക്കൽ കോളേജിൽ എത്തിച്ച് പലതരം പരിശോധനകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടരുന്നുണ്ടായിരുന്നു. MRI സ്കാന്, രക്തപരിശോധന അടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ മേൽനോട്ടത്തിലായിരുന്നു ചികിത്സകൾ അത്രയും നടന്നിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഉച്ചവരെ കുഞ്ഞ് അനക്കമില്ലാതെ കിടക്കുന്നത് ഉറങ്ങിയതാണ് എന്ന് കരുതിയിരുന്നതാണ് രക്ഷിതാക്കൾ. പക്ഷേ അവർ വേഗത്തിൽ മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നു. മെഡിക്കൽ കോളേജിൽ എത്തിച്ച് വേഗത്തിൽ ICUവിൽ പ്രവേശിപ്പിച്ചു. പരിശോധന തുടർന്നപ്പോഴാണ് കുട്ടിക്ക് ഉള്ളിൽ അണുബാധ ഉണ്ടായിട്ടുണ്ട്, ന്യൂമോണിയ ബാധിച്ചിട്ടുണ്ട് എന്നൊരു നിഗമനത്തിലേക്ക് ഡോക്ടർമാർ എത്തുന്നത്. അതിനുശേഷം കുട്ടിയുടെ നില വീണ്ടും ഗുരുതരമായി മാറുന്ന ഒരവസ്ഥ. അപ്പോൾ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ഡോക്ടർമാർ നൽകുന്ന വിവരമനുസരിച്ച് 72 മണിക്കൂർ കാത്തിരുന്നെങ്കിൽ മാത്രമേ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ കഴിയൂ. ഇപ്പോൾ ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ കുട്ടിയുടെ ജീവൻ സംബന്ധിച്ച് ഒരു കൃത്യമായ വിവരം നൽകാൻ കഴിയാത്തൊരവസ്ഥയോട് അത്രത്തോളം ഗുരുതരമായ ഒരവസ്ഥയിൽ വെന്റിലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് ഡോക്ടർമാർ നൽകുന്നത്. ഏതായാലും മതിയായ ചികിത്സ നൽകി ഏത് വിധേനയും കുട്ടിയെ ജീവൻ നിലനിർത്താനുള്ള ശ്രമം ഉണ്ട് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അതേസമയം കുട്ടിയുടെ നില ഗുരുതരമാണ് എന്ന് പറയുന്നുണ്ട് ഡോക്ടർമാർ. പക്ഷേ ഇതുവരെയും സർക്കാർ പ്രഖ്യാപിച്ച പല കാര്യങ്ങളിലും അവ്യക്തതകൾ തുടരുന്നു എന്ന ഒരു പരാതിയാണ് രക്ഷിതാവ് അനീഷ് ഉന്നയിക്കുന്നത്. പ്രധാനമായും നേരത്തെ താലൂക്ക് തല അദാലത്തിൽ നടത്തിയ ഉറപ്പ് പോലും അതിൽ പോലും ഈ ചികിത്സ സൗജന്യമാണ് എന്ന് മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ളവർ പറഞ്ഞിട്ടും അത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പിൽ അന്വേഷിക്കുമ്പോൾ വ്യക്തത വരുത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന കാര്യമാണ് അനീഷ് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലും ചില വ്യക്തതകൾ വരുത്തണം എന്ന ഒരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും കുഞ്ഞിന്റെ നില അതീവ ഗുരുതരമായി ഇപ്പോഴും ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ വെന്റിലേറ്ററിൽ തുടരുകയാണ്. ധന്യ.